ഹായ് സ്റ്റുഡൻസ്, നമ്മളെ അടുത്ത ടോപ്പിക്കാണ് അഞ്ചാമത്തെ മൊഡ്യൂളിലെ മോഡൽ അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മളെ അടുത്തുള്ള ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചർ ഉണ്ട്, അതായത് ഡാംസ് അല്ലെങ്കിൽ സ്പിൽവേസ്, അതൊക്കെ സിവിൽ എഞ്ചിനീയറിങ്ങിൽ വരുന്നതാണ്. അതേപോലെ നമ്മൾ മെക്കാനിക്കൽ സെക്ഷൻ എടുക്കുമ്പോൾ ടർബൈൻസ്, പമ്പ്സ്, ഓക്കെ, ഈ മെഷീൻസിനെ കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ പെർഫോമൻസിനെ, ഈ മെഷീൻസിൻ്റെ പെർഫോമൻസിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മോഡൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇതിനെ മാനുഫാക്ചർ ചെയ്യുന്ന, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ മോഡൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ഇതിൻ്റെ മോഡൽസ് നമ്മൾ എടുത്തുള്ള ഈ ഹൈഡ്രോളിക് മെഷീൻസിനെയോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനെയോ നമ്മൾ എന്ത് ചെയ്യണു? ടെസ്റ്റ് ചെയ്യണു. ആ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഈ മോഡൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മോഡൽ ടെസ്റ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് മോഡൽ ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ എന്ന് പറയും. അതുപോലെ പെർഫോമൻസ് ടെസ്റ്റ് ഓൺ മോഡൽസ്, അനാലിസിസ് ഓഫ് ടെസ്റ്റ് റിസൾട്ട്. അതായത് മോഡലിനെ ആദ്യം ഡിസൈൻ ചെയ്യും, അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യണു, ദെൻ ആ മോഡൽസിൽ നമ്മൾ പെർഫോമൻസ് ടെസ്റ്റ് നടത്തുന്നു, ദെൻ അനാലിസിസ് ഓഫ് ടെസ്റ്റ് റിസൾട്ട്. ടെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണു? അനാലിസിസ് ചെയ്യണു. ഓക്കെ, അപ്പോൾ ഈ മോഡൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെടുത്ത് മോഡലിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രോട്ടോടൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള റിയൽ സ്ട്രക്ചറിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളടുത്ത് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ടർബൈൻ ഉണ്ട് അല്ലെങ്കിൽ പമ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, വാട്ടർ പമ്പ് ഉണ്ടല്ലോ വീട്ടിലുള്ള, നമ്മൾ വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണില്ലേ കിണറിൽ നിന്ന്. ഓക്കെ, ആ പമ്പിൻ്റെ ആ റിയൽ ആക്ച്വൽ സൈസ് ഉണ്ടല്ലോ, ആക്ച്വൽ ആയിട്ടുള്ള പമ്പിൻ്റെ സൈസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. ആ പമ്പിൻ്റെ തന്നെ നമ്മളൊരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കും. ആ മിനിയേച്ചറിനെയാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആക്ച്വൽ സൈസിൻ്റെ ഒരു മിനിയേച്ചർ രൂപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മോഡൽ എന്ന് പറയുക. ആ മോഡൽ ഉണ്ടാക്കിയിട്ടാണ്, ആ മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ടർബൈൻ്റെ കേസ് എടുത്തോളൂ. ടർബൈനൊക്കെ നമ്മൾ ഡാമിലുള്ളതെന്ന് പറഞ്ഞാൽ വലിയ ടർബൈനാണ്. നേരെ മറിച്ച് നമ്മളെ ലാബിലുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ മോഡലാണ് അല്ലേ? കാരണം ഡാമിലെന്ന് പറയുമ്പോൾ വലിയ സൈസിലുള്ള ടർബൈൻസ് ആയിരിക്കും ഉണ്ടാവുക, കാരണം അവിടെ പവർ പ്രൊഡക്ഷന് വേണ്ടി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ടർബൈനിലാണ് എത്ര പെർഫോമൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യണം. ഇല്ലാതെ അത് പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡാമിൽ കൺസ്ട്രക്ട് ചെയ്ത് വെക്കേണ്ട ടർബൈൻ, അത്രയും വലിയൊരു ടർബൈൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് ദെൻ അതിൽ പെർഫോമൻസ് ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ വല്ല ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ റിയൽ സ്ട്രക്ചറിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ടെസ്റ്റും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ ബിഹേവിയർ പ്രിഡിക്റ്റ് ചെയ്യുകയാണ്. അതിൽ വല്ല ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുകയാണ്. ഓക്കെ, അതിനാണ് മെയിനായിട്ട് മോഡൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ സ്ട്രക്ചറാണ്. അത് ആക്ച്വൽ സൈസ് ഓഫ് മെഷീനാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. മോഡൽ എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സൈസ് ഓഫ് എ മെഷീനാണ് മോഡൽ എന്ന് പറയുക. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് പലപ്പോഴും എല്ലാവർക്കും തെറ്റാറുണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ചെറുത് എന്ന് ചിന്തിക്കാറുണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ വലുതാണ്, ദാറ്റ് ഈസ് ആക്ച്വൽ സൈസാണ്. ഓക്കെ, അതവിടെ പറയണത് ആക്ച്വൽ സ്ട്രക്ചർ ഓർ മെഷീൻ ഈസ് കോൾഡ് പ്രോട്ടോടൈപ്പ്. ദ മോഡൽ ഈസ് എ സ്മോൾ സ്കെയിൽ റിപ്ലിക്ക. സ്മോൾ സ്കെയിലായിരിക്കും റിപ്ലിക്ക ഓഫ് ദ ആക്ച്വൽ സ്ട്രക്ചർ ഓർ മെഷീൻ. ആക്ച്വൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മെഷീൻ്റെ ഒരു സ്മോൾ സ്കെയിലാണ്, സ്കെയിൽ റെഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് മോഡൽ എന്ന് പറയുന്നത്. അത് ആക്ച്വൽ സ്ട്രക്ചറിൻ്റെയും അല്ലെങ്കിൽ ആക്ച്വൽ സ്ട്രക്ചർ ആക്ച്വൽ മെഷീൻ്റെ അതേ രൂപം തന്നെയായിരിക്കും ഉണ്ടാവുക, അതേ ഷേപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക, സൈസിലായിരിക്കും എന്തുണ്ടാവുക? മാറ്റം വരിക. ഓക്കെ, അതാണ് ഇതിനെക്കുറിച്ച് പറയണത്. അത്രയാണ് പറയണത്. ഇവിടെ നിങ്ങൾ ഈ സെൻറ്റൻസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആപ്ലിക്കേഷൻ നോക്കുക. മോഡൽ ടെസ്റ്റിംഗ് സിവിൽ എഞ്ചിനീയറിംഗിലുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, നേവൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ്, എല്ലാവിടെയും ഈ മോഡൽസ് നമ്മൾ ഉണ്ടാക്കണം. മെഷീൻസ് എവിടേക്കാണ് വരിക, സ്ട്രക്ചേഴ്സ് എവിടേക്കാണ് വരിക, അവിടെയൊക്കെ നമുക്ക് എന്താണ് ഈ മോഡൽ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് ഈ സിമിലിറ്റ്യൂഡ് ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസ് എന്ന് പറയും. ഓക്കെ, അത് മോഡൽ സിമിലാരിറ്റീസ് എന്നാണ് സിമ്പിളായിട്ട് പറയുക. ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സിമിലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് സിമിലാരിറ്റി ബിറ്റ്വീൻ ദ മോഡൽ ആൻഡ് ഇറ്റ്സ് പ്രോട്ടോടൈപ്പ്.
മോഡലും പ്രോട്ടോടൈപ്പും തമ്മിലുള്ള സിമിലാരിറ്റിനെയാണ് ഈ സിമിലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ഓർ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ആർ കംപ്ലീറ്റ്ലി സിമിലർ. അതായത് മോഡലും പ്രോട്ടോടൈപ്പിനും സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ടാകും, ഒരുപോലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതല്ലെങ്കിൽ മോഡലും പ്രോട്ടോടൈപ്പും കംപ്ലീറ്റ്ലി എന്തായിരിക്കും, സിമിലർ തന്നെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഒരുപോലുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് രണ്ടും സിമിലറും ആവാം. ഓക്കെ, അപ്പോൾ ഇതിന് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിമിലാരിറ്റീസ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു സിമിലാരിറ്റീസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 കാറ്റഗറൈസ് ചെയ്ത് 3 ടൈപ്പ് ഉണ്ട് ഈ സിമിലിറ്റ്യൂഡ് അനാലിസിസിന്. ഓക്കെ, ഈ ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസിൽ 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ജോമെട്രിക് സിമിലാരിറ്റി, സെക്കൻഡ് വൺ ആണ് കിനമാറ്റിക് സിമിലാരിറ്റി, തേർഡ് വൺ ആണ് ഡൈനാമിക് സിമിലാരിറ്റി. ഓക്കെ, ഈ ജോമെട്രിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളടുത്തൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ആക്ച്വൽ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ ആക്ച്വൽ സ്ട്രക്ചറിൻ്റെ നമ്മൾ എന്ത് ചെയ്യണു, ഒരു മോഡൽ ഉണ്ടാക്കും അല്ലേ. മോഡൽ ഉണ്ടാക്കുക. ആ മോഡൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ജോമെട്രിയിലുള്ള സിമിലാരിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലീനിയർ ഡയമെൻഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അനാലിസിസ് നടത്തുകയാണ് ചെയ്യുക. അതാണ് ജോമെട്രിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ. കൈനമാറ്റിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ വരിക കൈനമാറ്റിക്സ് പ്രോപ്പർട്ടീസാണ് നോക്കുക, അതായത് വെലോസിറ്റി, ആക്സിലറേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നോക്കുക. അതേപോലെ ഡൈനാമിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ മോഷനാണ് അല്ലേ, മോഷനാണ്. കൈനമാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഷനാണ്, അവിടെ നമ്മൾ ഫോഴ്സസ് കൺസിഡർ ചെയ്യണില്ല അല്ലേ. ഡൈനാമിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ മോഷനാണ്, അവിടെ എന്താണ്, ഫോഴ്സസ് കൺസിഡർ ചെയ്യും. അപ്പോൾ ഈ ഫോഴ്സസ് തമ്മിലുള്ള റേഷ്യോസ് നോക്കുകയാണ് ചെയ്യുക. അതെന്താണെന്ന് നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണിത്. ജോമെട്രി ഈ സിമിലാരിറ്റീസ് ചോദിച്ചിട്ടുണ്ട്, 10 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോമെട്രിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ജോമെട്രിക് സിമിലാരിറ്റി റെഫേഴ്സ് ടു ദ സിമിലാരിറ്റി ഓഫ് ഷേപ്പ് ഓർ ഫോം. ഷേപ്പിൻ്റെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ ആ ഫോം, ആ മെഷീൻ്റെ ഫോമിനെയോ സൈസിനെയോ ആണ് സിമിലാരിറ്റി ചെയ്യുന്നത്. നമ്മൾ ദ ജോമെട്രിക് സിമിലാരിറ്റി സിസ്റ്റം മേ ഡിഫർ ഇൻ സൈസ് ബട്ട് ദേ ആർ ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ്. ഈ ചിത്രം നോക്കുക. ഇതിൽ ഈ വലുതുണ്ടല്ലോ, ഇതാണ് നമ്മളെ മോഡൽ എന്ന് പറയുമ്പോൾ റിയൽ സ്ട്രക്ചർ. ഓക്കെ, ആക്ച്വൽ സൈസ്. ഇതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്, സോറി ഇതാണ് മോഡലല്ല, എനിക്ക് തെറ്റിപ്പോയി. ഇതാണ് നമ്മളെ റിയൽ സ്ട്രക്ചർ, അതായത് പ്രോട്ടോടൈപ്പ്. ഓക്കെ, ആക്ച്വൽ സൈസ് ഇതാണ് പ്രോട്ടോടൈപ്പ്. ഈ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു സ്മോൾ സ്കെയിലാണിത് അല്ലേ. ഈ സ്മോൾ സ്കെയിലാണ് എന്ത്, മോഡൽ അല്ലേ. ഇത് രണ്ടിൻ്റെയും ഷേപ്പ് സെയിം ആണ്, ബട്ട് സൈസ് എന്താണ്, മാറ്റമുണ്ടല്ലോ അല്ലേ. മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്, സൈസ് എന്താണ്, റെഡ്യൂസ്ഡ് സ്കെയിലാണ്. ഓക്കെ, അതവിടെ പറഞ്ഞിരിക്കുന്നത്. ജോമെട്രിക്കലി സിമിലർ സിസ്റ്റം മേ ഡിഫർ ഇൻ സൈസിൽ ഡിഫർ ആയിരിക്കാം, ബട്ട് ദേ ആർ ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പിൽ ഐഡൻറ്റിക്കൽ ആണ് അല്ലേ. രണ്ടും ഒരേപോലുള്ള ഷേപ്പാണ്. But geometric similarity is said to exist between the model and the prototype if the ratio of the corresponding linear dimension of the model and prototype is the same. ഇപ്പോൾ ഒരു മോഡലും പ്രോട്ടോടൈപ്പിലും ജോമെട്രിക്കൽ സിമിലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുകയാണെങ്കിൽ അതിൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്, റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് ലീനിയർ ഡയമെൻഷൻ ഓഫ് ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഇസ് ദ സെയിം. ഇതിപ്പോൾ ഇത് മോഡലാണെന്ന് പറഞ്ഞു ഇത് മോഡലാണെന്ന് പറഞ്ഞു, ഇത് പ്രോട്ടോടൈപ്പ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ മോഡലിലും പ്രോട്ടോടൈപ്പിലുള്ള ലീനിയർ ഡയമെൻഷൻ ഉണ്ടല്ലോ, സെയിം ആയിരിക്കണം. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഡയമെൻഷൻ സെയിം ആണെങ്കിലാണ് എന്തെന്ന് പറയുക, ജോമെട്രിക്കലി സിമിലർ ആണെന്ന് പറയുക. ഓക്കെ, അതായത് ഇപ്പം ഇത് നമ്മളെ മോഡൽ ആയതുകൊണ്ട് ഇത് ഞാൻ ലെങ്ത് എന്നാണ് എടുക്കണമെങ്കിൽ LM എടുക്കണു, L സഫിക്സിൽ M റെപ്രസെൻറ്റ് ഫോർ മോഡൽ, അതായത് ലെങ്ത് ഓഫ് മോഡൽ. അതേപോലെ ഡയമീറ്റർ ആണെങ്കിൽ ഒരു പൈപ്പ് ആണെങ്കിൽ ഡയമീറ്റർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡയമീറ്റർ ഓഫ് മോഡൽ. ഹൈറ്റ് ഇതാകുമ്പോൾ ഹൈറ്റ്, ഇത് ഹൈറ്റ്, അപ്പോൾ ഹൈറ്റ് ഓഫ് മോഡൽ. അതേപോലെ ഇതിൻ്റെ ഏരിയ ഓഫ് മോഡൽ, ഇതിൻ്റെ വോളിയം ഓഫ് മോഡൽ, ഇതിൻ്റെ ബ്രെഡ്ത്ത് ഓഫ് മോഡൽ. അതേപോലെ പ്രോട്ടോടൈപ്പിൽ എന്താണ്, LP, DP, HP, AP, VP, BP കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് പ്രോട്ടോടൈപ്പ് ഫോർ ജോമെട്രിക് സിമിലാരിറ്റി ബിറ്റ്വീൻ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. അപ്പോൾ നമ്മളിതിൽ സിമിലർ ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ, കറസ്പോണ്ടിങ് ലീനിയർ ഡയമെൻഷൻ ഓഫ് ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ഇസ് ദ സെയിം എന്ന് പറഞ്ഞില്ല. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രോട്ടോടൈപ്പല്ല ലാർജർ സൈസ് അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് പ്രോട്ടോടൈപ്പ് ബൈ ലെങ്ത് ഓഫ് മോഡൽ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് prototype by height of model which is equal to diameter of prototype by diameter of model equal to എന്തായിരിക്കണം, സ്കെയിൽ റേഷ്യോ ആയിരിക്കണം, LR ആയിരിക്കണം. LR എന്ന് പറഞ്ഞാൽ സ്കെയിൽ റേഷ്യോ അല്ലെങ്കിൽ
സ്കെയിൽ ഫാക്ടർ എന്ന് പറയും. അതായത് നമ്മൾക്ക് എടുക്കണ ഈ കൺസിഡർ ചെയ്തിട്ടുള്ള ആ സ്ട്രക്ചറിൻ്റെ ലീനിയർ ഡയമെൻഷൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏരിയ വരുമ്പോൾ എന്താണ്, ഏരിയ മാറും അല്ലേ, ഏരിയ ആകുമ്പോൾ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ഏരിയ ഓഫ് പ്രോട്ടോടൈപ്പ് ബൈ ഏരിയ ഓഫ് മോഡൽ ഈക്വൽ ടു എന്താണ്, ഏരിയ റേഷ്യോ ആണ്, ദാറ്റ് ഈസ് LR സ്ക്വയർ ആണ് വരിക. അതേപോലെ വോളിയം വരുമ്പോൾ എന്താണ്, LR ക്യൂബ് ആണ് വരിക അല്ലേ. പ്രോട്ടോടൈപ്പ് ഓഫ് വോളിയം ബൈ പ്രോട്ടോടൈപ്പ് ഓഫ് മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ്, LR ക്യൂബ് ആണ്, വോളിയം റേഷ്യോ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ജോമെട്രിക്കലി സിമിലർ ആണ് എന്ന് പറയണമെങ്കിൽ, ജോമെട്രിക് സിമിലാരിറ്റി ഉണ്ടാവണമെങ്കിൽ എന്താണ്, ബോത്ത് മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. എന്ത്, ലീനിയർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ ഡയമെൻഷൻ എന്താണ്, സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് L ഉണ്ടെങ്കിൽ, ലെങ്ത് ആണെങ്കിൽ ലെങ്ത്ത് പ്രോട്ടോടൈപ്പിൻ്റെ മോഡലിൻ്റെയും സെയിം ആയിരിക്കണം, ഹൈറ്റ് സെയിം ആയിരിക്കണം, ഡയമീറ്റർ സെയിം ആയിരിക്കണം. ക്ലിയർ? അതാണ് ജോമെട്രിക് സിമിലാരിറ്റിയിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് കൈനമാറ്റിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ, കൈനമാറ്റിക് സിമിലാരിറ്റി റെഫേഴ്സ് ടു ദ സിമിലാരിറ്റി ഓഫ് മോഷൻ. Kinematic similarity is said to exist between the model and prototype if the ratio of velocity and acceleration at the corresponding points in the model and the corresponding points in the prototype are the same. ഇപ്പോൾ ഈ ഒരു ചിത്രം തന്നെ എടുക്കുകയാണെങ്കിൽ, ഈ ചിത്രം എന്നല്ല, നമ്മൾ ഫ്ലൂയിഡ് ആണല്ലോ, വെള്ളം ഒഴുകുണ്ടെങ്കിൽ, ഇപ്പോൾ വെള്ളം ഒഴുകുന്ന സ്ട്രക്ചറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മളിങ്ങനെ, ഇതാണ് പൈപ്പ്, ആക്ച്വൽ പൈപ്പെങ്കിൽ, ഇതിപ്പോൾ മോഡലാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ എടുക്കുന്ന വെലോസിറ്റി, അതേപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെ പോയിന്റിൽ വെലോസിറ്റി എടുക്കുകയാണ്. അതേപോലെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ആക്സിലറേഷൻ, ഇവിടെ അതേപോലുള്ള ആക്സിലറേഷൻ എടുക്കുകയാണെങ്കിൽ, ഈ വെലോസിറ്റിയും ആക്സിലറേഷനും എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, മറ്റേ പെർട്ടിക്കുലർ പോയിന്റിലുള്ള എന്താണ്, സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. മോഡലിലും പ്രോട്ടോടൈപ്പിലും സെയിം ആയിരിക്കണം എന്ന് പറയുന്നത്. സിൻസ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ ആർ വെക്റ്റർ ക്വാണ്ടിറ്റീസ്, the direction of velocity and acceleration at the corresponding points in the model and prototype should be parallel. കാര്യം മനസ്സിലായില്ലേ? നമ്മളൊരു മോഡൽ എടുക്കുകയാണ്, അതുപോലെ പ്രോട്ടോടൈപ്പ് എടുക്കുകയാണ്, അത് രണ്ടിലുള്ള വെലോസിറ്റിയും ആക്സിലറേഷൻ, അതാണ് പോയിന്റ്. കാരണം കൈനമാറ്റിക് സിമിലാരിറ്റി ആണ്. സോ ഈ കൈനമാറ്റിക് സിമിലാരിറ്റി ഈസ് സെഡ് ടു എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്. മോഡലിലും പ്രോട്ടോടൈപ്പിലും കൈനമാറ്റിക് സിമിലാരിറ്റി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ദ റേഷ്യോ ഓഫ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും റേഷ്യോ അറ്റ് ദ കറസ്പോണ്ടിങ് പോയിന്റ്സ് ഇൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ്, മോഡലിൻ്റെയും പ്രോട്ടോടൈപ്പിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഇക്വേഷൻ എഴുതുമ്പോൾ ഇതാണ്, വെലോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് അറ്റ് പോയിന്റ് 1 ഇൻ പ്രോട്ടോടൈപ്പ്, വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് പോയിന്റ് 2 ഇൻ പ്രോട്ടോടൈപ്പ്, അതുപോലെ മോഡലിലുള്ള പോയിന്റ്സ്, അതുപോലെ ആക്സലറേഷനിലുള്ള പ്രോട്ടോടൈപ്പും മോഡലും ഇത് രണ്ടും സിമിലർ ആയിരിക്കുന്നില്ല. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ് ബൈ വെലോസിറ്റി ഓഫ് മോഡൽ അറ്റ് പോയിന്റ് 1 ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പ്രോട്ടോടൈപ്പ് ബൈ വെലോസിറ്റി ഓഫ് മോഡൽ അറ്റ് പോയിന്റ് 2 എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോ ആണ്. അതേപോലെ ആക്സിലറേഷൻ്റെയും നമുക്ക് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഈ ജോമെട്രിക് സിമിലാരിറ്റി ഒരു പ്രീ റിക്വസിറ്റി ആണ് എന്ത്, കൈനമാറ്റിക് സിമിലാരിറ്റി. ഇപ്പോൾ കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടാവണമെങ്കിൽ അവിടെ ഓൾറെഡി എന്തുണ്ടായിരിക്കണം, ജോമെട്രിക് സിമിലാരിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. കാരണം ഈ വെലോസിറ്റിയും ആക്സലറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ മോഡൽ ഉണ്ടായിരിക്കണം, അതിന് എന്താണ് ലീനിയർ ഡയമെൻഷൻസ് തമ്മിലുള്ള സിമിലാരിറ്റി മോഡലിനും പ്രോട്ടോടൈപ്പിനും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്തുണ്ടാവുള്ളൂ, കൈനമാറ്റിക് സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത്, ജോമെട്രിക് സിമിലാരിറ്റി ഈസ് ദ പ്രീ റിക്വസിറ്റ്, മുൻകൂട്ടിയുള്ള ആവശ്യമാണ് എന്തിന്, കൈനമാറ്റിക് സിമിലാരിറ്റിക്ക് ആവശ്യമായിട്ടുള്ളൊരു ഇതാണ് എന്ത്, ജോമെട്രിക് സിമിലാരിറ്റി ഫാക്ടറാണ് ജോമെട്രിക് സിമിലാരിറ്റി. ഇതേപോലെയാണ് ഡൈനാമിക് സിമിലാരിറ്റിയുടെ കേസ്. ഡൈനാമിക് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ, ഡൈനാമിക് സിമിലാരിറ്റി റെഫേഴ്സ് ടു ദ സിമിലാരിറ്റി ഓഫ് ഫോഴ്സസ്. ഞാൻ പറഞ്ഞു അല്ലേ, ഫോഴ്സ് മോഷനാണ്, മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്, ഫോഴ്സസ് കോസ് ചെയ്യുന്നതാണ്. അപ്പോൾ സിമിലാരിറ്റി ഓഫ് ഫോഴ്സസ് ഓഫ് ദ കറസ്പോണ്ടിങ് പാർട്ടിക്കിൾസ് ഓഫ് ഫ്ലോ. ഇപ്പോൾ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ മോഡൽ ഉണ്ടാവും, പ്രോട്ടോടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാർട്ടിക്കിളിന് കോസ് ചെയ്യണ, ഫ്ലോക്ക് കോസ് ചെയ്യണ ഫോഴ്സസ് ഉണ്ടല്ലോ, ആ ഫോഴ്സസ് എന്തായിരിക്കും, സിമിലർ ആയിരിക്കണം. അതായത് സിസ്റ്റം ആർ ഡൈനാമിക്കലി സിമിലർ ഇഫ് ദ കറസ്പോണ്ടിങ് പാർട്ടിക്കിൾസ് എക്സ്പീരിയൻസ് സിമിലർ ഫോഴ്സസ് ആൻഡ് ദ റേഷ്യോ ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഹോമോജീനിയസ് പാർട്ടിക്കിൾസ് ഇൻ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് ഒഴുകുണ്ടെങ്കിൽ അവിടെ കാരണമാവുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇനേഷ്യ ഫോഴ്സ് ഉണ്ടാവും, വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും, ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ടാവും അല്ലേ, എക്സെട്ര കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ മോഡലിലും പ്രോട്ടോടൈപ്പിലും ഈ കറസ്പോണ്ടിങ് ഈ ഫോഴ്സസിൻ്റെ റേഷ്യോസ് എന്തായിരിക്കണം, എക്സിസ്റ്റ് ചെയ്യണം, സെയിം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത് ഡൈനാമിക് സിമിലാരിറ്റിയിൽ പറയുന്നത്. സോ എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇനേഷ്യ ഫോഴ്സ് ആണ് അറ്റ് ദ പോയിന്റ് ഇൻ ദ പ്രോട്ടോടൈപ്പ്.
പ്രോട്ടോടൈപ്പിലുള്ള പി എഫ് ഐ പി എന്ന് പറയുമ്പോൾ എഫ് വി പി എന്ന് പറയുമ്പോൾ വിസ്കസ് ഫോഴ്സ് ആണ് അറ്റ് ദ പോയിന്റ് ഇൻ ദ പ്രോട്ടോടൈപ്പ്. എഫ് ജി പി എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് അറ്റ് ദ പോയിന്റ് ഇൻ ദ പ്രോട്ടോടൈപ്പ് ആണ്. അതിൽ എഫ് വി എം എഫ് ജി എം എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഫോഴ്സ് ഇൻ ദ മോഡലിലുള്ള കറസ്പോണ്ടിങ് ഫോഴ്സ് ആണ്. ഇപ്പോൾ ഡൈനാമിക് സിമിലാരിറ്റി നമുക്ക് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതാണ് ഫോഴ്സ് ഇൻ പ്രോട്ടോടൈപ്പ് ബൈ ഫോഴ്സ് ഇൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് റേഷ്യോ ആണ്. ഇങ്ങനെ സെയിം ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഡൈനാമിക് സിമിലാരിറ്റി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ട് വേണം എന്തൊക്കെ, ജോമെട്രിക്കും കൈനമാറ്റിക് സിമിലാരിറ്റീസും പ്രീ റിക്വസിറ്റ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഈ സിമിലിറ്റ്യൂഡിൽ പറയാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ജോമെട്രിക് സിമിലാരിറ്റി, കൈനമാറ്റിക് സിമിലാരിറ്റി, ഡൈനാമിക് സിമിലാരിറ്റി. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിക്ക്. അതുപോലെയാണ് ഈ ഫോഴ്സസ് ഇൻഫ്ലുവൻസിങ് ഹൈഡ്രോളിക് ഫിനോമിന. നമുക്ക് ഈ ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് മെക്കാനിക്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇനേഷ്യ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്, പ്രഷർ ഫോഴ്സ്, എലാസ്റ്റിക് ഫോഴ്സ്, സർഫസ് ടെൻഷൻ ഫോഴ്സസ് ഒക്കെയാണ്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം അടുത്ത് നമ്മൾ ഡയമെൻഷൻലെസ് നമ്പർ പഠിക്കേണ്ട അതിനാവശ്യമായിട്ട് വരും. ഓക്കെ, ഇനേഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റോ എൽ സ്ക്വയർ വി സ്ക്വയർ ആണ്. ഇനേഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ തന്നെയാണ്. ഇതെന്ന് നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്നതാണ് ഇക്വേഷൻ. അതേപോലെ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഷിയർ ഏരിയ. അതിന് ഡെറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മ്യൂ വി എൽ എന്ന് പറഞ്ഞ് കിട്ടും. ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റോ ജി എൽ ക്യൂബ് ആണ്. പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്, പി ഇൻറ്റു എ ആണ്. അതിൻ്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ പി ഇൻറ്റു എൽ സ്ക്വയർ എന്ന് എഴുതും. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗ്മ ഇൻറ്റു എൽ ആണ്. എലാസ്റ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എലാസ്റ്റിക് സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറയുക. സോ കെ ഇൻറ്റു എൽ സ്ക്വയർ എന്ന് എഴുതും. കെ എന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് സ്ട്രെസ് ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബൾക്ക് മോഡുലസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നമ്പേഴ്സ് പഠിക്കാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്പേഴ്സ്, ഡയമെൻഷൻലെസ് നമ്പേഴ്സ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ നമ്മൾ ഈ സിമിലിറ്റ്യൂഡ് പഠിച്ചില്ല, സിമിലിറ്റ്യൂഡ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഈ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് എന്ന് പറയും. എപ്പോഴും ചോദിക്കാറുണ്ട്, 2 മാർക്കിന് ചോദിക്കും, 10 മാർക്കിന് ചോദിക്കും. ഈ 5 നമ്പറും ഡിഫൈൻ റെയ്നോൾഡ്സ് നമ്പർ, ഫ്രോഡ് നമ്പർ, ഓളേഴ്സ് നമ്പർ, വെബർ നമ്പർ, മാക് നമ്പർ എന്ന് പറയും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഡയമെൻഷൻലെസ് നമ്പർ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇനേഷ്യ ഫോഴ്സ് ഉണ്ടല്ലോ, ഇനേഷ്യ ഫോഴ്സിനെ വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്, പ്രഷർ ഫോഴ്സ്, സർഫസ് ടെൻഷൻ ഫോഴ്സ്, എലാസ്റ്റിക് ഫോഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോം ചെയ്യണ ഓരോ നമ്പേഴ്സാണ് ഈ താഴെ കാണിച്ചിട്ടുള്ള ഓരോ നമ്പേഴ്സ്. ഇത് ഓരോന്ന് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ റെയ്നോൾഡ്സ് നമ്പർ. ഇത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റേഷ്യോ ഓഫ് ഇനേഷ്യ ഫോഴ്സ് ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ് ടു ദ വിസ്കസ് ഫോഴ്സ് ഓഫ് ദ ഫ്ലൂയിഡ് അല്ലേ. അതായത് ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ റോ എൽ സ്ക്വയർ വി സ്ക്വയർ ആണ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ വി എൽ ആണ്. അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെ എല്ലും വിയും ക്യാൻസലായി പോയി. ബാക്കിയുള്ള എന്താണ്, റോ വി എൽ ബൈ മ്യൂ ആണ് അല്ലേ. ഇതാണ് എന്ത്, റെയ്നോൾഡ്സ് നമ്പർ. അറിയാം, നമ്മൾ പഠിച്ചാണ്. റോ വി എൽ ബൈ മ്യൂ എന്നും പഠിച്ചിട്ടുണ്ട്, റോ യു എക്സ് ബൈ മ്യൂ എന്നും പഠിച്ചിട്ടുണ്ട്, റോ വി ഡി ബൈ മ്യൂ എന്നും പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണിത്. ഓക്കെ, കാരണം ഇവിടെ ലീനിയർ ഡയമെൻഷൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പൈപ്പാണ് കൺസിഡർ ചെയ്തെങ്കിൽ എല്ലിന് പകരം എന്താവും, ഡി ആവും ഡയമീറ്റർ. അതാണ് റോ വി ഡി ബൈ മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അതാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്, ഇതെവിടെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഡൈനാമിക് സിമിലാരിറ്റി ഇൻ ദ ഫ്ലോ സിറ്റുവേഷൻ വേർ ദ വിസ്കസ് ഫോഴ്സ് ഈസ് പ്രിഡോമിനൻറ്റ്. വിസ്കസ് ഫോഴ്സ് എവിടെയാണോ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളത് അവിടെയാണ് നമ്മൾ എന്താണ് ഈ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ക്രൈറ്റീരിയ എടുക്കുക, അല്ലെങ്കിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ മസ്റ്റ് ഹാവ് ദ സെയിം വാല്യൂ ഫോർ ദ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് ടു അച്ചീവ് ഡൈനാമിക് സിമിലാരിറ്റി. ഡൈനാമിക് സിമിലാരിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ എന്തായിരിക്കണം, സെയിം വാല്യൂ ആയിരിക്കണം മോഡലിലും പ്രോട്ടോടൈപ്പിലും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ റെയ്നോൾഡ്സ് നമ്പർ നിന്ന് നമുക്ക് കിട്ടണതാണ് എന്ത്, ഫ്ലോൻ്റെ നേച്ചർ കിട്ടും അല്ലേ. അതായത് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്നൊക്കെ, ഫ്ലോ എങ്ങനെയാണ്, ഫ്ലോയുടെ നേച്ചർ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ റെയ്നോൾഡ്സ് നമ്പറിൽ നിന്നാണ്. അതുപോലെ റെയ്നോൾഡ്സ് നമ്പറിലുള്ള എക്സാമ്പിൾസ് ആണ്, അതായത് വിസ്കസ് ഫോഴ്സ് എവിടെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള വിസ്കസ് ഫോഴ്സ് ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇൻകംപ്രസിബിൾ ഫ്ലോ ത്രൂ സ്മാൾ സൈസ്ഡ് പൈപ്പ്സ്. സ്മാൾ സൈസുള്ള പൈപ്പില്ലേ അതിലൂടെ ഒഴുകണ ഫ്ലൂയിഡ് എന്താണ്, ഇൻകംപ്രസിബിൾ ആണ് അല്ലേ. ഓക്കെ, അവിടെ എന്താണ്, വിസ്കസ് ഫോഴ്സ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അത് ലോ വെലോസിറ്റി മോഷൻ എറൗണ്ട് ഓട്ടോമൊബൈൽസ്, എയ്റോപ്ലെയിൻസിൻ്റെ എറൗണ്ടിലുള്ള ലോ വെലോസിറ്റിയിലുള്ള മോഷൻ ഫ്ലോ ത്രൂ ലോ സ്പീഡ് ടർബോ മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കംപ്രസർ, പമ്പ്, ടർബൈൻ ആണ്. അത് ലോ സ്പീഡിലുള്ള ഫ്ലോ ത്രൂ ലോ സ്പീഡ് ടർബോ മെഷീൻ, ഫ്ലോ
ലോ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലോ സ്പീഡിലുള്ളവിടെ എന്താണ് ഈ വിസ്കസ് ഫോഴ്സ് അധികം ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഇത് വിസ്കസ് ഫോഴ്സ് പ്രിഡോമിനേറ്റ് ചെയ്യുക. മോഷൻ ഓഫ് സബ്മെറൈൻ കംപ്ലീറ്റ്ലി അണ്ടർ വാട്ടർ. സബ്മെറൈൻ്റെ മോഷനാണ്, വാട്ടറിൻ്റെ അടിയിലൂടെയുള്ള സബ്മെറൈൻ്റെ മോഷൻ. ഓപ്പൺ ചാനൽ ഫ്ലോസ് സോ ലോങ് ആസ് വേവ്സ് ആൻഡ് ഹൈഡ്രോളിക് ജമ്പ് ടു നോട്ട് ഒക്കർ. വേവ്സും ഹൈഡ്രോളിക് ജമ്പൊന്നും ഇല്ലാത്ത ഓപ്പൺ ചാനൽ ഫ്ലോ, അതായത് വളരെ നേരിയ തോതിൽ നമ്മുടെ ചാനൽസ് ഉണ്ടല്ലോ, ചാനൽസിലൂടെ വളരെ ലോ വെലോസിറ്റിയിലൂടെ ഒഴുകുന്ന വെള്ളം, അവിടെ വേവ്സ് ഒന്നും ഇല്ലാതെ വളരെ സ്റ്റഡി ആയിട്ട് ലോ വെലോസിറ്റിയിൽ ഒഴുകുന്ന വെള്ളം, അവിടെയൊക്കെയാണ് എന്ത് ഈ വിസ്കസ് ഫോഴ്സ് പ്രിഡോമിനൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഈ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫ്രോഡ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് FR എന്നാണ്. ഫ്രോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നത്തിങ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ്. ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: Froude number is defined as the square root of the ratio of the inertia force of a flowing fluid to the gravity force. അതായത് റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ ഗ്രാവിറ്റി ഫോഴ്സ് ആണ് ഇത് ഫ്രോഡ് നമ്പർ. അത് നമ്മൾ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് ആൻസർ കിട്ടും V/√GL. നിങ്ങൾ നോക്കുക, ഇനേഷ്യ ഫോഴ്സ് എന്താണെന്ന് അറിയാം, ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടി V/√GL കിട്ടി. L എന്ന് പറഞ്ഞാൽ ലീനിയർ ഡയമെൻഷൻ ആണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്, G എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുക. അത് സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്രോഡ് നമ്പർ ഗവേൺസ് ഡൈനാമിക് സിമിലാരിറ്റി ഓഫ് ദ ഫ്ലോ situation where the gravitational force is most significant and all other forces are comparatively negligible എന്നാണ് കേട്ടോ. അതായത് ഈ ഫ്രോഡ് നമ്പർ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഒരു ഡൈനാമിക് സിമിലാരിറ്റിയിലുള്ള ഫ്ലോ സിറ്റുവേഷനിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വേറെയുള്ള എല്ലാ ഫോഴ്സസും എന്താണ് കമ്പാരിറ്റീവ്ലി നെഗ്ലിജിബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയയിലാണ് എന്ത് നമുക്ക് വരുന്നത് ഈ ഫ്രോഡ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫ്ലോ ത്രൂ ഓപ്പൺ ചാനൽ ഫ്ലോ, അവിടെ എന്താണ് വേവ്സും ഹൈഡ്രോളിക് ജമ്പൊക്കെ കൺസിഡർ ചെയ്യും. നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ ആകുമ്പോൾ എന്താണ് ഫ്ലോ ത്രൂ ഓപ്പൺ ചാനൽ എന്ന് പറഞ്ഞു, ബട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് വേർ വി ആർ നോട്ട് കൺസിഡറിങ് എനി വേവ്സ് ഓർ ഹൈഡ്രോളിക് ജമ്പ്. ഇവിടെ എന്താണ് വേവ്സും ഹൈഡ്രോളിക് ജമ്പ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഫ്ലോ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ. ഫ്ലോ ഓഫ് ലിക്വിഡ് ജെറ്റ് ഫ്രം ഒറിഫേസ് ആൻഡ് മൗത്ത് പീസ്. ഒറിഫേസ് ഓർക്കുണ്ടാവും എന്നറിയാം, മൗത്ത് പീസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഒരു മൗത്ത് പീസ് എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കിൻ്റെ ഒരു സൈഡിലുള്ള ഒരു ഓപ്പണിങ്ങിനായിരുന്നു നമ്മൾ ഒറിഫേസ് എന്ന് പറഞ്ഞത്. ആ ഓപ്പണിങ്ങിൻ്റെ പുറത്ത് ഒരു ചെറിയ ഷോർട്ട് ലെങ്ത് ഓഫ് പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് പോലുള്ളതിനെയാണ് എന്ത് മൗത്ത് പീസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, ആ ടാങ്കിൻ്റെ ഒരു താഴെ സൈഡിൽ നമ്മളൊരു ഓപ്പണിങ് ഇട്ടിട്ടുണ്ട്, അതിന് ഒറിഫേസ് എന്ന് പറഞ്ഞാൽ അതിലൂടെ വെള്ളം വീണത് എങ്ങിട്ടാണ് നേരെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ അല്ലേ, ഓപ്പൺ ആയിട്ടാണ് വീണത്, അറ്റ്മോസ്ഫിയറിലോട്ടാണ് വീണത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഗ്രാവിറ്റി ഫോഴ്സ് ആണുള്ളത്. ഓക്കെ, അവിടെയൊക്കെയാണ് എന്ത് ഈ ഫ്രോഡ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടെയാണ് ഈ ഗ്രാവിറ്റി ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഫ്ലോ ഓവർ നോച്ചസ് ആൻഡ് വയർ ഡിസ്കസ് ചെയ്താണ് അല്ലേ. ഓപ്പൺ ആയിട്ടുള്ള ഫ്ലോ ആണ്, വയേഴ്സിൻ്റെ ഓവറിലൂടെ ആണെങ്കിൽ നോച്ചിൻ്റെ ഓവറിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അവിടെ എന്താണ് ഗ്രാവിറ്റി ഫോഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഫ്ലോ ഓവർ സ്പിൽവേ ഓഫ് എ ഡാം അല്ലേ, ഡാം തുറക്കില്ലേ അല്ലേ, ഡാം ഷട്ടർ ക്ലോസ് ചെയ്ത് ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം ഒഴുകണല്ലോ, അതാണ് ഈ സ്പിൽവേ എന്ന് പറയുന്നത്. സ്പിൽവേ വരുമ്പോൾ നേരെ എന്താണ് ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ പോകണം, നേരെ താഴോട്ടല്ലേ വെള്ളം പോകണം അല്ലേ, ഡൗൺവേർഡ്സിൽ പോകണം. അവിടെ എന്താണ് ഗ്രാവിറ്റിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. മോഷൻ ഓഫ് ഷിപ്പ് ഇൻ റഫ് ആൻഡ് ടർബുലൻ്റ് ആയിട്ടുള്ള സീയിലൂടെയുള്ള ഷിപ്പിൻ്റെ മോഷൻ, അവിടേക്കാണ് എന്ത് ഈ ഗ്രാവിറ്റി ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അതേപോലെയാണ് ഇനി അടുത്താണ് Euler നമ്പർ എന്ന് പറയുമ്പോൾ അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാറ്റ് ഈസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ പ്രഷർ ഫോഴ്സ്. ഇനേഷ്യ ഫോഴ്സും പ്രഷർ ഫോഴ്സിൻ്റെയും റേഷ്യോനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ പ്രഷർ ഫോഴ്സ് ആണ് എന്ത് Euler's നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനേഷ്യ ഫോഴ്സ് നമുക്കറിയാം, പ്രഷർ ഫോഴ്സിന് PL² ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടി V/P/ρ എന്ന് എഴുതാം അല്ലേ. ഇതവിടെ റൂട്ട് ഓഫ് ρV²/P ആണ്. ഇതിന് എന്ത് ചെയ്തു, ഈ റൂട്ട് എടുത്ത് മാറ്റുമ്പോൾ √V² എന്ന് പറയുമ്പോൾ വെറും V ആയി. ദെൻ ഈ റോ താഴേക്ക് വരുമ്പോൾ P/ρ എന്ന് റൂട്ട് ഓഫ് P/ρ എന്ന് എഴുതാം. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്, P എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ആണ്, ρ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ Euler's നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷറാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രഷറാണ്. അപ്പോൾ Euler's നമ്പർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫ്ലോ പ്രോബ്ലംസ് ഇൻ വിച്ച് പ്രഷർ ഗ്രേഡിയൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ് നമുക്ക് എന്ത് ഈ Euler's നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് ഫ്ലോ ത്രൂ പൈപ്സിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, ഫ്ലോ ഓവർ സബ്മേർജ്ഡ് ബോഡീസ്. ഒരു സബ്മേർജ്ഡ് ബോഡീസ് ഉണ്ട്, ഒരു വെള്ളം ഉണ്ടെങ്കിൽ, ഒരു റിവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മളൊരു ബോഡിനെ സബ്മേർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്മേർജ് ചെയ്ത ബോഡിൻ്റെ മേലൂടെയുള്ള ഫ്ലോ. ഓക്കെ, ഡിസ്ചാർജ് ത്രൂ ഒറിഫേസ് തെറ്റിക്കരുത്, നമ്മൾ പ്രീവിയസ് കേസിൽ പഠിച്ചത് ഫ്ലോ ത്രൂ ഒറിഫേസ് ആയിരുന്നു, ഇത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് ത്രൂ ഒറിഫേസസ്, മൗത്ത് പീസസ്, സ്ലൂയിസസ്. ഓക്കെ,
പ്രഷർ റൈസ് ഡ്യൂ ടു സഡൻ ക്ലോഷർ ഓഫ് വാൾവ്സ്. വാൾവ് നമ്മൾ സഡനായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാവണ പ്രഷർ റൈസ്. ഓക്കെ, വാട്ടർ ഹാമർ ക്രിയേറ്റഡ് ഇൻ പെൻസ്റ്റോക്ക്. വാട്ടർ ഹാമർ അറിയില്ലേ? പെൻസ്റ്റോക്ക് എന്താണ്? ഒരു പൈപ്പ് ഉണ്ടാവും, പൈപ്പാണ് ഈ പെൻസ്റ്റോക്ക്. പൈപ്പിന് ഇവിടെ വെള്ളം ഒഴുകുണ്ടാവും. ആ വെള്ളത്തിനെ നമ്മൾ സഡനായിട്ട് ക്ലോസ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ സഡൻ ക്ലോഷർ ഓഫ് വാൾവ് ഉണ്ടല്ലോ. വാൾവ് വെച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്താണ്? പൈപ്പിൻ്റെ ബാക്കിലോട്ട് ആ വാൾവ് ക്ലോസ് ചെയ്തിട്ട് പൈപ്പിൻ്റെ ബാക്ക് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ഒരു ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ ഹൈ പ്രഷർ കൊണ്ടുവന്നുകൊണ്ട് ഒരു നോക്കിങ് ആക്ഷൻ ഉണ്ടാവും, ഒരു ഹാമറിങ് ആക്ഷൻ ഉണ്ടാവും ഇൻസൈഡ് പൈപ്പ്. ആ ഹാമറിങ് ആക്ഷൻ കൂടുമ്പോൾ ആ ഹാമറിങ് ആക്ഷൻ കൊണ്ട് ആ പൈപ്പിൻ്റെ ബേസ്റ്റ് ചെയ്ത് പോകാം. അതിനെയാണ് ഈ വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹാമറിങ് ആക്ഷനാണ് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. ഡ്യൂ ടു ക്രിയേഷൻ ഓഫ് ബാക്ക് പ്രഷർ ആൻഡ് ഹൈ പ്രഷർ വേവ്സ് റീസൺ കൊണ്ട്. ഓക്കെ, ഹൈ പ്രഷർ വേവ്സ് കാരണം അവിടെ ഒരു ഹാമറിങ് ആക്ഷൻ ഉണ്ടാകും. അതിനാണ് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ എന്തിലാണ് വരുന്നത്? ഈ ഓൾവേസ് നമ്പറിലാണ് വരുന്നത്. അതുപോലെ ഇനി നാലാമത്തതാണ് വെബർ നമ്പർ. വെബർ നമ്പർ എന്ന് പറഞ്ഞാൽ വെബർ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് റേഷ്യോ ഓഫ് ദ ഇനേഷ്യ ഫോഴ്സ് ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ടു ദ സർഫസ് ടെൻഷൻ ഫോഴ്സ് ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ സർഫസ് ടെൻഷൻ ഫോഴ്സ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെബർ നമ്പർ എന്ന് പറയുന്നത്. WE എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നൊട്ടേഷനൊക്കെ നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇനേഷ്യ ഫോഴ്സ് അറിയാം, സർഫസ് ടെൻഷൻ ഫോഴ്സ് അറിയാം, സിഗ്മ L ആണ്. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി V/√of ρ L എന്ന് കിട്ടി. L എന്ന് പറഞ്ഞാൽ ലീനിയർ ഡയമെൻഷൻ ആണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്, അല്ല വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ വെബർ നമ്പർ ഇമ്പോർട്ടൻറ്റ് എവിടെയാണ്? ഫ്ലോ സിറ്റുവേഷനിൽ എവിടെയാണ്? സർഫസ് ടെൻഷൻ എവിടെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, സർഫസ് ടെൻഷൻ പ്ലേ ചെയ്യുന്നത് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് റോൾ എവിടെയാണോ സർഫസ് ടെൻഷൻ ഉള്ളത്, അവിടെയാണ് എന്ത് ഈ വെബർ നമ്പറിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് നമുക്കറിയാം കാപ്പിലറിറ്റി ഇല്ലേ? അത് സർഫസ് ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കാപ്പിലറി ഫ്ലോ ഉണ്ടാവുന്നത്. ഇപ്പോൾ കാപ്പിലറി ട്യൂബ് ഫ്ലോ, അല്ലെ കാപ്പിലറി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഇൻ സോയിൽ, ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ വെയിൻസ് ആൻഡ് ആർട്ടറീസ്. നമ്മളെ വെയിൻസ് ആർട്ടറീസിലുള്ള ബ്ലഡിൻ്റെ ഫ്ലോ കാപ്പിലാരിറ്റി മൂലമാണ്. തിൻ ഷീറ്റ് ഓഫ് ഫ്ലോ, അല്ലെ ഈ മെംബ്രെയിൻ പോലുള്ള ഫ്ലോ, ലിക്വിഡ് ആറ്റമൈസേഷൻ, അതൊക്കെ എന്താണ്? ഈ സർഫസ് ടെൻഷൻ്റെ ഭാഗമാണ്. ഓക്കെ, അതാണ് വെബർ നമ്പർ. അടുത്താണ് മാക് നമ്പർ. അതിനെ M എന്നാണ് ഡിനോട്ട് ചെയ്യുക. മാക് നമ്പറിന് ആക്ച്വലി 2 ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്ക് ഈ ഹൈഡ്രോളിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ അതിന് പറയുന്ന ഡെഫിനിഷനാണ് മാക് നമ്പർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ എലാസ്റ്റിക് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എഴുതുമ്പോഴും നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. ആൻസറാണ് V/√K/ρ എന്ന് കിട്ടും. K എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഓഫ് ഫ്ലൂയിഡ് ആണ്, റോ ഡെൻസിറ്റി ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ഇതിപ്പോൾ നമുക്ക് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിലാണ്, അങ്ങനെ പറയാം. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിൽ കിട്ടിയതാണിത്, ഈ റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ എലാസ്റ്റിക് ഫോഴ്സ്. ഇനി ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിലാണ്, അതായത് എയർ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ മാക് നമ്പറിന് പറയുന്ന ഡെഫിനിഷനാണ് റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ടു ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദാറ്റ് ഫ്ലൂയിഡ്. ഓക്കെ, V/C എന്നാണ് പറയുക. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ആണ്, C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, നിങ്ങൾ രണ്ടും ഇതിങ്ങനെയാണ്. ഇവിടെ റൂട്ട് ഓഫ് K/ρ നമുക്ക് C എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദ ഫ്ലോയിങ് മീഡിയം എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്താലും കുഴപ്പമില്ല. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ മാക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കംപ്രസിബിൾ ഫ്ലോ പ്രോബ്ലത്തിലാണ് മാക് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇൻകംപ്രസിബിളിന് ഇത് പറയാൻ പറ്റില്ല. ആക്ച്വലി എന്താ പറയുക, മാക് നമ്പർ മെയിൻലി യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കംപ്രസിബിളിൽ തന്നെയാണ്, അതായത് V/C തന്നെയാണ് ഇവിടെ തന്നെയാണ് വരിക, ഇൻകംപ്രസിബിളിലല്ല. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് ഇക്വേഷൻ. അതിനാണ് ഈ മാറ്റി എഴുതിയത്. റൂട്ട് K/ρ എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദ ഫ്ലോയിങ് മീഡിയം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് മാക് നമ്പർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കംപ്രസിബിൾ ഫ്ലോ പ്രോബ്ലംസ് അറ്റ് ഹൈ വെലോസിറ്റീസ് വെർ ഡെൻസിറ്റി വേരിയേഷൻ ബിക്കം സിഗ്നിഫിക്കൻറ്റ്. ഹൈ വെലോസിറ്റീസിലുള്ള അവിടെ ഡെൻസിറ്റിയുടെ വേരിയേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ മാക് നമ്പർ വരുന്നത്. അപ്പോൾ ഡെൻസിറ്റി വേരിയേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എയറോഡൈനാമിക് ടെസ്റ്റിംഗ്, എയറോപ്ലെയിൻസിൽ, ഓക്കെ, വാട്ടർ ഹാമർ പ്രോബ്ലംസിൽ, മോഷൻ ഓഫ് ഹൈ സ്പീഡ് പ്രൊജക്ടൈൽസ് ആൻഡ് മിസൈൽസ്, ഫ്ലോ ഓഫ് ഗ്യാസസ് എക്സീഡിങ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട്, കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ, അതാ പറഞ്ഞത് CFF എന്ന് പറയും, അതൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് മാക് നമ്പർ വരുന്നത്. അതായത് മെയിൻലി കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോയിലാണ്
കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ പ്രോബ്ലത്തിലാണ് നമുക്ക് ആവശ്യം വരുന്നത്. അവിടെ ഹൈ വെലോസിറ്റിയും ഡെൻസിറ്റിയുടെ വേരിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് നമുക്ക് ഏതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഏതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, മാക് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മാക് നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ഇനേഷ്യ ഫോഴ്സ് ബൈ എലാസ്റ്റിക് ഫോഴ്സ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഡിഫൈൻഡ് റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ടു ദ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്നും പറയാറുണ്ട്. ആ വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സി ആണ്. സി ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് കെ ബൈ റോ. കെ എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് വേറൊരു നമ്പറാണ് കോച്ചി നമ്പർ. അതിനെ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ടായിട്ട് കൺഫ്യൂഷൻ ആവരുത് സി ആയിട്ട്. കോച്ചി നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേഷ്യ ഫോഴ്സ് ടു ദ എലാസ്റ്റിക് ഫോഴ്സ്, റേഷ്യോ ഓഫ് ഇനേഷ്യ ഫോഴ്സും എലാസ്റ്റിക് ഫോഴ്സും തമ്മിലുള്ളതിനാണ് അത് കോച്ചി നമ്പർ എന്ന് പറയുക. ഇനേഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക, എലാസ്റ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുക. അതേപോലെ റോ വി സ്ക്വയർ ബൈ കെ എന്നായി. ഇതിനൊന്ന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എഴുതാം വി സ്ക്വയർ ബൈ കെ ബൈ റോ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ റോനെ താഴെ ഇട്ടു, ഇപ്പോൾ കെ ബൈ റോ എന്ന് എഴുതാം. അപ്പോൾ വി സ്ക്വയർ ബൈ വി ബൈ കെ ബൈ റോ ആണ് നമ്മൾ എന്ത് എഴുതിയത്, വി ബൈ റൂട്ട് ഓഫ് കെ ബൈ റോ ആണ് നമ്മൾ മാക് നമ്പർ എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് വി സ്ക്വയർ ബൈ കെ ബൈ റോ ആണ്. സോ മാക് നമ്പർ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോച്ചി നമ്പർ ഈസ് മാക് നമ്പർ. ഈ കോച്ചി നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാക് നമ്പർ കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഡയമെൻഷൻലെസ് നമ്പേഴ്സിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് മോഡൽ ടെസ്റ്റിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞു. അതിൽ സിമിലാരിറ്റി എന്താണ്, ടൈപ്സ് ഓഫ് സിമിലാരിറ്റീസ് നോക്കി, സിമിലിറ്റ്യൂഡ്, ജോമെട്രിക്, കൈനമാറ്റിക്, ഡൈനാമിക്, അതുപോലെ തന്നെ ഡയമെൻഷൻലെസ് നമ്പേഴ്സ് നോക്കി 5 എണ്ണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.